സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പോയട്രി ടെക്സ്റ്റ് ബുക്കായ കാവ്യതാരയിലെ 7ാമത്തെ പോയം ഭിക്ഷുക് പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാവ്യതാരയിലെ 7ാമത്തെ പോയം സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ ഭിക്ഷുക് എന്ന ചെറിയ ഒരു കവിത നോക്കാം. ശ്രീ सूर्यकांत त्रिपाठी निराला हिंदी के बड़े क्रांतिकारी कवि है. सूर्यकांत त्रिपाठी निराला हिंदीയിലെ ഒരു വിപ്ലവ കവിയാണ്. अपनी प्रतिभा और विशेषताओं के कारण हिंदी साहित्य में उनका स्थान निराला है. തന്റെ പ്രതിഭയും സവിശേഷതയും കാരണത്താൽ ഹിന്ദി സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ വിചിത്രമായ ഒരു സ്ഥാനമാണ്. उन्होंने हिंदी साहित्य को क्रांति और जागरण का संदेश दिया है. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് ഒരു പ്രത്യേക ഉണർവും വിപ്ലവവും പ്രദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം उन्होंने अपनी छायावादी कविताओं में प्रकृति के विराट सौंदर्य का चित्रण किया है. തന്റെ കാൽപ്പനിക കവിതകളിൽ പ്രകൃതിക്ക് ബൃഹത്തായ സൗന്ദര്യ ചിത്രവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. कुछ कविताओं में उन्होंने अपने प्रगतिवादी विचार भी व्यक्त किए हैं. അദ്ദേഹത്തിന്റെ ചില കവിതകളിൽ പുരോഗമനപരമായ ചിന്തകളും വളരെ വ്യക്തമാണ്. നിരാലജിയുടെ പ്രധാനപ്പെട്ട കവിതകൾ പരിമൾ, ഗീതിക, അനാമിക, കുക്കുർമുത്ത, അണിമ, നയേ പത്തേ, അർച്ചന ആദി ഉൻകെ പ്രമുഖ കാവ്യ സംഗ്രഹ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ. ഭിക്ഷുക് निरालाजी के अपरा काव्य संग्रह की सन 1921 में लिखी कविता है. AD 1921 അദ്ദേഹം രചിച്ച അപര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള വളരെ ചെറിയ ഒരു കവിതയാണ് ഭിക്ഷുക്. इस कविता में कवि एक भिक्षुक की दयनीय अवस्था का वर्णन करते हैं. ഈ കവിതയിലൂടെ ഒരു ഭിക്ഷക്കാരന്റെ ദയനീയ അവസ്ഥയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. ഭിക്ഷുകയ്ക്ക് പ്രതി കവിക്ക് ഹൃദയമേം സംവേദന ഉമട്പടുത്തി ഹേ. ഭിക്ഷക്കാരനോട് കവിയുടെ മനസ്സിൽ അത്യധികമായ ദുഃഖമുണ്ടാകുന്നു. വേ കഹുട്ടെ ഹെ കി ഹേ ഭിക്ഷുക് മേരെ ഹൃദയമേം തുമാരെ ലിയെ ദയാ കാ അമൃത് ഹേ. കവിതയിലൂടെ കവി ഭിക്ഷക്കാരനോട് പറയുകയാണ്, അല്ലയോ ഭിക്ഷക്കാര, എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കായി ദയവിന്റെ അമൃതമുണ്ട്. इस कविता के द्वारा कवि पाठकों के मन में दया पैदा करने में खूब सफल हुए हैं. ഈ കവിതയിലൂടെ വായനക്കാരന്റെ ഹൃദയത്തിൽ ഭിക്ഷക്കാരോട് ദയവ് ഉണർത്തുവാൻ അദ്ദേഹത്തിന് വളരെ നന്നായി സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കവിതയിലേക്ക് കടക്കാം. वह आता दो ठूक कलेजे को करता पछताता पथ पर आता. അവൻ വരുന്നു. കോൻ ആത്ത? ഭിക്ഷുക് ആത്ത. ഭിക്ഷക്കാരൻ വരുന്നു. എങ്ങനെയാണ് വരുന്നത്? ദോ ടൂക്ക് കലേജെ കെ കർത്ത. കലേജെ മാനെ ഹൃദയം. ദോ ടൂക്ക് കലേജെ കെ കർത്ത. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വരുന്നു. ടൂക്ക്, ടൂക്ക് മാനെ ടുക്കട, കഷണം. കളേജ എന്ന് പറഞ്ഞാൽ എന്താണ്? കളേജ എന്ന് പറഞ്ഞാൽ ദിൽ, ഹൃദയം അല്ലെങ്കിൽ ഛാത്തി. പശ്ചാത്താത്ത, പശ്ചാത്താത്ത എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട്. പഥുപ്പർ, പഥുപ്പർ വഴിയിലൂടെ. ആത്ത വരുന്നു. അപ്പോൾ ഹൃദയം അല്ലെങ്കിൽ നെഞ്ച് പൊട്ടും വിധം പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ വരുന്നു. പേട്ട് പീട്ട് ദോനോ മിൽക്കർ ഹേ ഏക്. പേട്ട് മാനെ വയറ്, പീഠ് മാനെ മുതുക്. പേട്ട് പീട്ട് ദോനോ മിൽക്കർ ഹേ ഏക്. ഭിക്ഷക്കാരന്റെ വയറും മുതുകും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അതായത് അവന്റെ വയറ് ഒട്ടി നട്ടല്ലുമായിട്ട് ചേർന്നിരിക്കുകയാണെന്നർത്ഥം. പേട്ട് പീട്ട് ദോനോ മിൽക്കർ ഹേ ഏക് ചൽ രഹാ ലക്കുഡിയ ടേക്ക്. ലക്കുഡിയ എന്ന് പറഞ്ഞാൽ
ഊന്നുവടിയുമായിട്ട്, ലക്കുടിയ ടേക്ക്, ഊന്നുവടിയുടെ സഹായത്താൽ, ടേക്കിന എന്ന് പറഞ്ഞാൽ ഊന്നുക, ആശ്രയത്തിനായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ലക്കുടിയ ടേക്ക് മനെ ഊന്നുവടിയുടെ സഹായത്താൽ ചൽ രഹാഹേ അവൻ വരുന്നു. വഹു ഭിക്ഷുക് ദോ टूक कलेजे को करता पश्चाताते हुए पथ पर आता है और उनके पेट पीठ दोनों मिलकर एक है. वह एक लेकुटिया ठेक चल रहा है. वह एक लेकुटिया के सहारे चल रहा है. मुट्ठी भर दाने को भूख मिठाने को, മുട്ടിഭർ ഒരു പിടി, ദാനേക്കോ ധാന്യത്തിനായിട്ട്. എന്തിനാണ് ഒരു പിടി ധാന്യം? ഭൂക്ക് മിഡാനേക്കോ വിശപ്പടക്കാൻ വേണ്ടി. മുട്ടിഭർ ദാനേക്കോ ഭൂക്ക് മിഡാനേക്കോ മുഹു ഫട്ടി പുരാനി ചോലി. മുഹു ഫട്ടി പുരാനി ചോലി. മുഹു ഫട്ടി എന്ന് പറഞ്ഞാൽ വായ കീറിയ. മുഹു ഫട്ടി പുരാനി ചോലി പഴയ സഞ്ചി. ചോലി എന്ന് പറഞ്ഞാൽ സഞ്ചി, ബാഗ്. ഫൈലാന മറ്റുള്ളവരുടെ മുൻപിൽ നീട്ടിക്കൊണ്ട്, ഇതാണ് ഫൈലാന. ദോ ടൂക്ക് കളേജെ കോ കർത്ത പശ്ചാത്ത പധുപ്പർ ആത്ത. അപ്പോൾ മുട്ടിഭർ ദാനേക്കു ഒരു പിടി ധാന്യത്തിന് വേണ്ടി, ഭൂക്കുമിഠാനേക്കു വിശപ്പടക്കുന്നതിന് ഒരു പിടി ധാന്യത്തിന് വേണ്ടി, മുഹുഫട്ടി പുരാനി ചോലി കാ ഫൈലാത്ത ഒരു കീറിയ സഞ്ചിയുടെ വായും പിളർത്തിക്കൊണ്ട്, ഒരു കീറിയ സഞ്ചി മറ്റുള്ളവരുടെ നേർക്ക് നീട്ടിക്കൊണ്ട്, ദോ ടൂക്ക് കളേജേക്കോ കർത്ത പശ്ചാത്ത പധുപ്പറാത്ത ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി അവൻ വരുന്നു. ഇതാണ് ആദ്യത്തെ 7 വരിയുടെ ഭാവാർത്ഥം. ആ ഭാഗം അത്രയും, ആ സ്റ്റാൻസ, ഫസ്റ്റ് 7 ലൈൻസ് ഉള്ള സ്റ്റാൻസ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. सात दो बच्चे भी है सदा हाथ फैलाए. सात दो बच्चे भी है किसके साथ? ഭിക്ഷുക്ക് സാത്ത്. ഭിക്ഷക്കാരനോടൊപ്പം 2 കുട്ടികളുമുണ്ട്. അവരെങ്ങനെയാ വരുന്നത്? സദാ ഹാത്ത് ഫൈലായി എപ്പോഴും കൈ നീട്ടിക്കൊണ്ട്. ബായേം സേ മൽത്തേ ഹുയേ പേട്ട് കോ ചൽത്തേ. ബായേം സേ മൽത്തേ ഹുയേ അവർ ഇടതു കൈ കൊണ്ട് വയറ് തിരുമിക്കൊണ്ട്. മൽത്തേ ഹുയേ പേട്ട് കോ ഇടത് കൈ കൊണ്ട് വയറ് തിരുമിക്കൊണ്ടാണ്. മൽത്തേ ഹുയേ പേട്ടുകോ, പേട്ടുകോ മൽത്തേ ഹുയേ. ബായേം ഹാത്ത് സേ പേട്ടുകോ മൽത്തേ ഹുയേ ചൽത്തേ, അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. അപ്പോൾ ഇടത് കൈ കൊണ്ട് വയറ് തടകിക്കൊണ്ട് അവർ നടന്നു വരുന്നു. കോൻ? ദോ ബച്ചേ 2 കുട്ടികൾ. അവർ ദാഹിന ദയാദൃഷ്ടി പാനെ കി ഓർ ബഠായി. വലതു കൈ ദയാദൃഷ്ടി പാനെ കി ഓർ, ദയാദൃഷ്ടിയുള്ളവരുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അവർ വരുന്നു. ദാഹിന ദയാദൃഷ്ടി പാനിക്കു ഓർ ബഠായി. വലത് കൈ ദയാദൃഷ്ടി ഉള്ളവരുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അവർ വരുന്നു. ഭൂക്ക് സേ സുഖ് ഓൺഠ് ജബ് ജാത്തെ ദാദാ ഭാഗ്യ വിധാതാ സേ ക്യാ പാത്തേ. അപ്പോൾ ഭൂക്ക് സേ സൂഖ് ഓൺഠ് ജബ് ജാത്തെ, വിശപ്പ് കൊണ്ട് അവരുടെ ചുണ്ടുകളെല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. ദാദാ ഭാഗ്യവിധാതാ സേ ക്യാ പാത്തേ, ഭാഗ്യവിധാതായിൽ നിന്ന് എന്താണ് ഇവർക്ക് ലഭിക്കുന്നത്? അഥവാ ഈശ്വരനിൽ നിന്ന് എന്താണ് ഇവർക്ക് ലഭിക്കുന്നത്? ഖുണ്ടാംസുओं के पीकर रह जाते, അവർ കണ്ണുനീർ തുള്ളികൾ കുടിച്ചു കുടിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഖുണ്ടാംസുओं को पीकर, ഖുണ്ടാംസുമാനെ കണ്ണുനീർ തുള്ളികൾ, കവിളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീർ തുള്ളികൾ നക്കി നക്കി കുടിച്ചുകൊണ്ടാണ് അവർ വരുന്നത്.
चाट रहे झूठी पत्तल वे सभी सड़क पर खड़े हुए और झपट लेने को उनसे कुत्ते भी है अड़े हुए. चाट रहे झूठी पत्तल वे सभी സടക്ക് पर खड़े हुए. ചിലപ്പോഴെല്ലാം റോഡരികിൽ നിന്നിട്ട് ജൂഠി പത്തൽ ചാട്ട് രഹേ ഹേ, ചിലപ്പോഴെല്ലാം റോഡരികിൽ കൂട്ടിയിരിക്കുന്ന എച്ചിലിലകളും നക്കി നോക്കാറുണ്ട്. ഇനി ഔർ ചപട്ടിലേനേക്കു, റോഡ് സൈഡിൽ കൂട്ടിയിരിക്കുന്ന ആ എച്ചിലിലകള് ഉൻസെ കുത്തേ ബീഹേ അടേ ഹുയേ, അവരിൽ നിന്ന് തട്ടിയെടുക്കുവാൻ പട്ടികളും അവിടെ പല സ്ഥലങ്ങളിലായിട്ട് നിപ്പുണ്ട്. ഇപ്പൊ റോഡ് സൈഡിൽ കൂട്ടിയിരിക്കുന്ന എച്ചിലിലകൾ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കൂടുതലുള്ള ഏതെങ്കിലും ഒന്ന് തട്ടിയെടുക്കാൻ വേണ്ടി അവര് അവിടെ നിൽക്കുമ്പോൾ അവരിൽ നിന്നും തട്ടിപ്പറിക്കുവാൻ കുറെ പട്ടികളും അവിടെ നിൽപ്പുണ്ടെന്നാണ് കവി നിരാലാജി പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ. ടഹറോ അഹോ മേരെ ഹൃദയമേ അമൃത് ഹേ മേം സീഞ്ച് ദൂങ്ക. അവസാനത്തെ വരിയിൽ കവി അവരോട് പറയുകയാണ്, ഏ ഭിക്ഷക്കാരാ നിൽക്കൂ, മേരെ ഹൃദയമേം അമൃത്, നിങ്ങൾക്കായി തരുവാൻ എന്റെ ഹൃദയത്തിൽ അമൃതുണ്ട്. മേം സീഞ്ച് ദൂങ്ക, ഞാൻ അത് നിങ്ങൾക്ക് നനച്ചു തരാം. ദയവാകുന്ന അമൃത് എന്റെ ഹൃദയത്തിലുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സീഞ്ചു ദൂങ്ക, ഞാൻ നനച്ചു തരും, ഞാൻ വീതിച്ചു തരും. അഭിമന്യു ജൈസേഹോ സഗോഗേ തും, അഭിമന്യുവിനെ പോലെ ആയിത്തീരും നിങ്ങൾ. തുമാരെ ദുഃഖ് മേം അപ്പനെ ഹൃദയമേം സീഞ്ചു ദൂങ്ക, നിങ്ങളുടെ ദുഃഖം ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് വലിച്ചെടുക്കാം. അങ്ങനെ എന്റെ ഹൃദയത്തിലുള്ള അമൃതം നിങ്ങളിൽ വർഷിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ദുഃഖം ഞാൻ വലിച്ചെടുത്ത് നിങ്ങളെ അഭിമന്യുവിനെ പോലെ ആക്കി തീർക്കാം എന്നാണ് കവി ഇതിൽ പറയുന്നത്. ഒരു കാര്യം, അഭിമന്യുവിനെ കുറിച്ച് പറയുമ്പോൾ അഭിമന്യുവിനെ നിങ്ങൾക്കറിയാം, കൗരവന്മാരുടെ ചക്രവ്യൂഹത്തിൽ പെട്ട് അഭിമന്യു പോരാടുകയും അവസാനം അഭിമന്യുവിന്റെ രഥത്തിന്റെ ചക്രം പൊട്ടിപ്പോവുകയും ആ പൊട്ടിയ ചക്രം കൊണ്ട് അഭിമന്യു കുറെ നേരം ആ യുദ്ധത്തിൽ പിടിച്ചു നിന്നു എന്നും അവസാനം അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുകയായിരുന്നു എന്നും നിങ്ങൾ പുരാണകഥയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഭിമന്യു അത്രയ്ക്ക് വീരശൂര പരാക്രമശാലിയാണ്, അത്രയ്ക്ക് ധൈര്യശാലിയാണ്. അതുകൊണ്ടാണ് അഭിമന്യുവിനെ പോലെ ആക്കി തീർക്കാം എന്ന് കവി ഈ പദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഭിക്ഷുക് എന്ന് പറയുന്ന നിരാലാജിയുടെ ഈ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.